Hey guys, welcome back to my channel. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. എനിക്ക് 12 മണിക്കാണ് ഷിഫ്റ്റ്. അപ്പം ഇപ്പോൾ 9:30 എന്തേ ആയിട്ടുള്ളൂ. ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റ്, ഒരു 12:30 ആയപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം വീട്ടിലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. എനിക്കിപ്പോഴും ഉറക്കം വരുന്നുണ്ട്. പക്ഷെ റെഡി ആവണം, ഡ്യൂട്ടിക്ക് പോകണം. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ പാടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് വന്നിരുന്നു. പല്ല് തേക്കണം, കുളിക്കണം, റെഡി ആവണം. പോയി പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ പോയിട്ട് ദേഹമൊക്കെ കഴുകിയിട്ടൊക്കെ വന്നു. തല നനച്ചില്ല, ബിക്കോസ് എനിക്ക് മുടി കെട്ടി വെക്കണം. അപ്പോൾ തല നനച്ച് കഴിഞ്ഞാൽ കെട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇതെൻ്റെ യൂണിഫോം അല്ല ഗൈസ്. ഞാൻ യൂണിഫോം ഇനി അവിടെ പോയിട്ട് വേണം മേടിക്കാൻ. ഇന്നലെ ഞാൻ വാങ്ങിയില്ല, വിട്ടുപോയി. അപ്പോൾ ഇന്ന് പോയിട്ട് വേണം മേടിക്കാൻ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് റെഡി ആയിട്ട് നേരെ പോണത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. എനിക്ക് വാഷ്റൂമിൽ ഇടാനൊരു ചെപ്പൽ വാങ്ങണം. പിന്നെ ഇവിടെ ഇന്നലെ വന്നപ്പോൾ തന്നെ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. അതുകൊണ്ട് പുതിയ ചെരുപ്പ്, പുറത്തേക്ക് ഇടാൻ ഒരു ചെരുപ്പ് മേടിക്കണം. ഇത് രണ്ടും മസ്റ്റായിട്ട് മേടിക്കണം. അപ്പോൾ ഞാൻ പോയി അത് വാങ്ങിയിട്ട് വന്ന് റൂമിൽ വെച്ചിട്ട് വേണം ഇവിടുന്ന് എൻ്റെ ബാഗൊക്കെ എടുത്ത് ഡ്യൂട്ടിക്ക് പോകാൻ. രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്കും ആദ്യം ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യും. മോയ്സ്ചറൈസറും സിറവും സൺസ്ക്രീൻ ഞാൻ ഡെയിലി യൂസ് ചെയ്യും. പിന്നെ എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ എന്തൊക്കെയൊക്കെയോ തട്ടിക്കൂട്ടി എൻ്റെതായ രീതിയിൽ ഞാനൊരു മേക്കപ്പൊക്കെ ചെയ്തെടുത്തു. റീസെൻറ്റ് ഡേയ്സിലാണ് ഞാൻ എൻ്റെതായ രീതിക്ക് കുറച്ചെങ്കിലും വൃത്തിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങിയതും പഠിച്ചതും ഒക്കെ. ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ടല്ലോ, ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്കത് വെച്ചിട്ട് ചെയ്യാനേ അറിയത്തുള്ളൂ. ഇനി ബാക്കിയുള്ളതൊക്കെ വെച്ച് യൂസൊക്കെ ചെയ്ത് പഠിക്കണം. ഇതെൻ്റെ മിനി ഫാനാണ് ഗൈസ്. എൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. എനിക്കൊന്ന് അത്യാവശ്യം വൃത്തിമനയൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ ഹോസ്റ്റൽ. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ വന്ന് പഞ്ചൊക്കെ ചെയ്ത് ഇതാണ് ഞങ്ങളുടെ റിസപ്ഷൻ ഗൈസ്. ഇത് അവിടുത്തെ സിസ്റ്റം ഒക്കെയാണ് ഗൈസ്. നിങ്ങളുടെ GMൻ്റെ ക്യാബിൻ, ഇത് ഞങ്ങളുടെ ലിഫ്റ്റ്, ഇത് ഞങ്ങളുടെ ഇന്ന് ബുക്കിങ്സ് ഒക്കെ കുറവാണ് ഗൈസ്. ഭയങ്കര ശോകം. ഇത് പഴയ ഡയറിയാണ് ഗൈസ്. ആരോ വിളിക്കുന്നു ഗൈസ്. ഗുഡ് ആഫ്റ്റർനൂൺ ഹോട്ടൽ റോയൽ റെസിഡൻസി. ഹലോ സർ, ഇത് കാക്കനാട് IMG ജംഗ്ഷൻ സർ. അതെ അതെ അതെ. ഇൻഫോപൂർ റൂട്ട് കയറണ്ട, അതിന് മുന്നേ ആയിട്ട് ഐ ലവ് തൃക്കാക്കര എന്ന് പറയുന്ന ഒരു ജിമ്മൊക്കെ ഉണ്ട്, ഓപ്പൺ ജിം, അതിൻ്റെ അടുത്തായിട്ട്. അതെ അതെ. റോയൽ ബേക്കേഴ്സ് വരെ പോകേണ്ടത് ആ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്തൊരു വഴിയുണ്ട്, അതിൽ കൂടെ താഴെ വന്നാൽ മതി. അതെ അതെ അതെ. താങ്ക് യു. ഇങ്ങനെയാണ് ഗൈസ്. ഞങ്ങളാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് വിജയ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ടാനിയ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഞങ്ങളുടെ സാറ് ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഫുഡ് കഴിച്ചു. നമ്മൾ എന്താ കഴിച്ചേ? ചോറ്. എന്ത് ചോറ്? പൊതിച്ചോറ്, ഫിഷ് പൊതിച്ചോറ്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഇവിടെ 2 ഫോണുണ്ട്, ഇവിടെ ഒരു ഫോണുണ്ട്, അവിടെ ഒരു പെട്ടി, എല്ലാം ഐസ്ക്രീമിൻ്റെ സാധനമൊക്കെ ഉണ്ട് അവിടെ.
തേനി അവിടെ എന്ത് ചെയ്യാന്? ബില്ലെല്ലാം പഞ്ച് ചെയ്ത് വെക്കുന്നു. ഇപ്പൊ പോലീസ് കേസ് വന്നിട്ട് ഇത് ഞങ്ങളുടെ ടീ ബ്രേക്കാണ് ഗൈസ്. ഞങ്ങൾ നോർമലി പുറത്ത് പോയാൽ ചായ കുടിക്കുന്നത്, പക്ഷേ ഇന്ന് ഞങ്ങൾ അവിടെ തന്നെ ഓർഡർ ആക്കി കുടിച്ചു. ഇത് ഞങ്ങളുടെ ഗസ്റ്റ് റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഞാൻ 12 മണിക്കാണ് കയറിയതുകൊണ്ട് എനിക്ക് 10 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. കറക്റ്റ് 10 hours ഷിഫ്റ്റ് വരുന്നത്. ഫൈനലി ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഗൈസ്. ഇതാണ് എൻ്റെ യൂണിഫോം ആൻഡ് ഇതെൻ്റെ ഫുഡ്. ഇത് ഞങ്ങൾക്ക് ഹോസ്റ്റലിലും ഫുഡുണ്ട്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ ഫുഡുണ്ട്. അപ്പം വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് റൂമിലെടുത്ത് വെച്ചേക്കും. അത് നല്ല കാര്യം, നല്ല ചോറ്. ഇവിടെ ഹോസ്റ്റലിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടു തരുന്നത്. അവിടെ നല്ല ഹോംലി ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകണതുകൊണ്ട് 2 months ബ്രേക്ക് എടുത്തല്ലോ, അതിനുശേഷം ഡ്യൂട്ടിക്ക് പോകണതുകൊണ്ട് എനിക്ക് നല്ല ബാക്ക് പെയിനാണ്. കച്ച ഫുൾ ടൈം ഞാൻ വീട്ടിൽ കിടക്കുമായിരുന്നു, വേറൊരു പണി എനിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഈ 10 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ റിസപ്ഷനിൽ. അതുകൊണ്ട് നല്ല നടുവേദനയാണ്, നല്ല നടുവേദനയാണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം, എന്നിട്ട് കയറി കിടക്കണം, ഒരു ഉറക്കം ഉറങ്ങണം. ബിക്കോസ് നാളെ എനിക്ക് 8 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ഒരു 6 മണിക്കെങ്കിലും എണീച്ചാലേ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഉറങ്ങണം നല്ലോണം. ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ലോണം ഒന്ന് ഉറങ്ങണം. ഇപ്പോൾ 10 മണിക്ക് എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു, പക്ഷേ റൂമിൽ ഒന്ന് കയറിയത് 10:30 കാരണം വെച്ചാൽ ഞാൻ 10 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ പുറത്തിരിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ നാളത്തേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസ് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അങ്ങനെ ഞാൻ അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് റൂമിനകത്ത് ഞാൻ കയറി വന്നത് പോലും. ആകെ മൊത്തത്തിൽ ഭയങ്കര ടയേർഡാണ് ഗൈസിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയും. ഇനി മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണം, കുളിക്കണം, കിടക്കണം. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.